ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയും ചോറും ഒക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം ചോറ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് ഇതുപോലെ ഒന്ന് എടുത്ത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് പരത്തി എടുക്കണം. ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു കനത്തിലാണ് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് ഫില്ലിങ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് മടക്കി സൈഡ് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇതുപോലെ ഒന്നായിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ പൂവോട റെഡിയാണ്. അരിപ്പൊടിയും ചോറും ഒക്കെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക്